ഹായ് ഫ്രണ്ട്സ്, ഇത് 3Kയുടെ ഒരു സിസ്റ്റമാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. 1050 ലോഡ് കാണിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു വർഷത്തോളമായി ഈ സിസ്റ്റം ചെയ്തിട്ട്. അപ്പം ഈ ഒരു വർഷമായിട്ടും ഈ ബാറ്ററിയുടെ വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പോൾ ചാർജിങ് ആമ്പയർ മഴക്കാലമാണ്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മോഡലായിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് നമുക്ക് 22 ആംപിയറിൽ ചാർജിങ് നടക്കുന്നുണ്ട്. അത് 24 ആംപിയർ അങ്ങനെ വേരിയേഷൻ ചെയ്യുന്നുണ്ട്. മോഡലാണ്, അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് വെയിൽ തെളിയുന്നതനുസരിച്ച് ആംപിയർ കയറി വരുന്നുണ്ട്. 598 വാട്ട്സ് ഇപ്പോൾ ലോഡ് കാണിക്കുന്നുണ്ട്, അതായത് ഇൻപുട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെറ്റ് ചെയ്തതുകൊണ്ട് 0 ആണ് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ബൾക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോഡ് കുറവാകുമ്പോൾ ഫോർട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിപ്പം ലോഡ് കൊടുത്തപ്പം എന്താ ലോഡ് കൊടുത്തതെന്ന് കാണിച്ചു തരാം. ആ ലോഡ് കൊടുത്ത സമയത്ത് ബൾക്കിലേക്ക് വീണ്ടും വന്നതാണ്. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് ചാർജിങ് സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കും. 23 ആംപിയറിൽ ചാർജിങ് കയറുന്നുണ്ട്. 460 വാട്ട്സ് ആണ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പം ഇത് എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഈ ചാർജിങ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കുത്തിയിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് മുന്നായിട്ട് ചാർജിങ്ങിൻ്റെ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഒരു ബൾക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല മോഡലാണ്. സൂര്യപ്രകാശമായിട്ടൊന്നും കാണാനില്ല, സൂര്യൻ്റെ തരി പോലും കാണാനില്ല. ചെറിയൊരു വെളിച്ചമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മേഘാവൃതമാണ്. ആ അവസ്ഥയിൽ അത്യാവശ്യം തെളിയുന്ന സമയത്ത് ഈ ആംബിയറും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഇൻവേർട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ സ്റ്റിൽ ലോഡ് 1000 സംതിങ് വാട്ട്സ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ബാറ്ററിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഒരു തുള്ളി പോലും ബാറ്ററിയുടെ വെള്ളം കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സംശയം ചിലവർക്ക് വരാൻ സാധ്യതയുണ്ട്, ഇതിന് ഗ്രാവിറ്റിയും പ്രശ്നങ്ങളൊക്കെ വരുമെന്ന്. ഗ്രാവിറ്റിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്, കറക്റ്റ് ഗ്രാവിറ്റിയാണ്. ഇതാണ് നമ്മൾ സോളാറിൽ ചാർജ് ചെയ്യാനിട്ടിരിക്കുന്ന ഇലക്ട്രിക് EV. ഇത് ബജാജിൻ്റെ ചേതക് EV ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ നിലവിൽ ചാർജിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ സോളാറിൽ നിന്നാണ് ചാർജ് ആവുന്നത്. ഇത് ചാർജറാണ്. ഇതിൽ നമുക്ക് 2 ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. അതിൽ K എന്ന് എഴുതിയേക്കുന്നത് KCB ആണ്. ഇപ്പം നമ്മൾ ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സോളാർ ഔട്ട്പുട്ടാണ്. 1600 വാട്ട്സ് ഇപ്പോൾ സോളാറിലുള്ള ഔട്ട്പുട്ട് ഉണ്ട്. അതായത് പാനൽ സപ്പോർട്ടുണ്ട്. ഒരു പാലിലൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് അത് റൺ ചെയ്യും. പ്ലസ് ലൈവ് ലോഡും കൂടെ ഉപയോഗിക്കാം. ഇതിൻ്റെ സ്പെക്ക് പറയുന്നത് 750 വാട്ട്സ് ആണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഫുൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സുഖമായിട്ട് റൺ ചെയ്യും. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു പാലിലൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം ക്ലൗഡി ആണെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.